ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ ഹെന്ന ക്ലാസ്സിൻ്റെ നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ്സാണ്, പാർട്ട് 1 ആണ്. ഇതിൽ ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഹെന്ന ഡിസൈനിങ് ആണ് പറയാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ്സിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്, വരക്കാൻ പറ്റണമെന്നൊന്നുമില്ല. ഹെന്ന വരക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഞാൻ പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും വരക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം മുതൽ നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എനിക്കറിയാവുന്നതും ഞാൻ പ്രാക്ടീസ് ചെയ്തതുമായിട്ടുള്ള എല്ലാ കാര്യവും ഞാൻ നിങ്ങളോട് ഈ ക്ലാസ്സിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് റീയൂസബിൾ ബുക്കാണ്. ഹെന്ന പ്രാക്ടീസിന് ഏറ്റവും നല്ലതാണ്. സ്റ്റെയിനൊന്നും ഇതിൽ പിടിക്കില്ല. പിന്നെ ഇത് A3 ഡ്രോയിങ് ബുക്കാണ്. ഇതുമൊക്കെ മീഷോന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ, ബിലോ 100 ഒക്കെ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇത് അക്രിലിക് ബോർഡാണ്. അക്രിലിക് ബോർഡിൽ അക്രിലിക് ഹാൻഡിൽ ഇതിലൊന്നും സ്റ്റെയിൻ പിടിക്കില്ല. അപ്പോൾ ഒരു കോൺ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം. നമുക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ. കാരണം ആ പേസ്റ്റ് കറക്റ്റ് വരില്ല. എത്ര സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് ആണെങ്കിലും നമുക്ക് കോഡ് ഹോൾഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമ്മൾ കോൺ പിടിക്കുമ്പോൾ ഒരിക്കലും താഴെ കുറച്ച് എമൗണ്ട് ഹെന്ന പേസ്റ്റ് എടുത്തിട്ട് പിടിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് പിന്നെയും പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കണം, കൈ വേദനിക്കും. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചതുപോലെ നല്ലൊരു ഡിസൈൻ വരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയൊരു പ്രഷർ മുകളിൽ നിന്ന് താഴേക്ക് പേസ്റ്റ് കൊണ്ടുവരിക. നമുക്ക് വേണ്ട ഒരു എമൗണ്ട്, കുറച്ചൊരു എമൗണ്ടിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അത്രയും ആ ഒരു എമൗണ്ട് പേസ്റ്റിങ്ങിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് ചെറിയൊരു ഫോൾഡ് കൊടുത്തിട്ട് നമ്മുടെ തം ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ പ്രഷർ കൊടുക്കുക. ആദ്യം ഇൻഡെക്സ് ഫിംഗറിൽ ഹെന്ന കോൺ പ്ലേസ് ചെയ്യുക, എന്നിട്ട് തം ഫിംഗർ വെച്ചിട്ട് പ്രഷർ കൊടുക്കുക. ആ പ്രഷറിനനുസരിച്ചിട്ട് ഹെന്ന പേസ്റ്റ് വരാൻ തുടങ്ങും. ആ ഒരു ഹെന്ന പേസ്റ്റ് വരുന്നതനുസരിച്ചിട്ട് നമ്മുടെ മസിൽ മൂവ്മെൻറ്റും അങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് നല്ലൊരു നീറ്റായിട്ടുള്ള ഡിസൈൻ കിട്ടുക. ഫസ്റ്റ് ഹെന്ന കോണ് ഹോൾഡ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് ഫിംഗറിൽ ഹോൾഡ് ചെയ്യുക. ഇൻഡെക്സ് ഫിംഗറിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് തം ഫിംഗറിനെ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പേസ്റ്റ് സ്മൂത്തായിട്ട് വരാൻ തുടങ്ങും. പിന്നെ നമ്മുടെ മസിൽ മൂവ്മെൻറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിനുശേഷം എലമെൻറ്റ്സിനെ പറ്റിയിട്ട് പഠിക്കാം. ലൈന് വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് നമ്മൾ എവിടെയാണോ വരക്കുന്നത് അവിടെ ഒന്ന് കോണ് ടച്ച് ചെയ്യുക. പിന്നെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ലൈന് കൊണ്ടുപോവുക. അല്ലാതെ അവിടെ ടച്ച് ചെയ്യാൻ പാടില്ല. വീഡിയോയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഞാൻ വരച്ച ആ ലൈന് അത് ബ്രേക്കായി പോകുന്നുണ്ട്. രണ്ടാമത് വരച്ചതിൽ അതൊരു ലൂപ്പായിട്ട് അല്ലെങ്കിൽ അതൊരു വൃത്തിക്ക് വരുന്നില്ല ലൈന്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ മസിൽ മൂവ്മെൻറ്റും പേസ്റ്റ് വരുന്നതും തമ്മിലുള്ള ആ ഒരു ബാലൻസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും അതൊരു പ്രശ്നമായിരിക്കും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. എന്ന് വെച്ചാൽ ആ ലൈന് വരക്കുന്ന ടൈമിൽ നമ്മുടെ മസിൽ മൂവ്മെൻറ്റ് ആ പേസ്റ്റിനനുസരിച്ചിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വരണം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റും. പിന്നെ രണ്ടാമത് കാണിച്ച മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ആ ഒരു പേസ്റ്റ് കുറച്ച് സ്പീഡിൽ വരുന്നുണ്ട്, പക്ഷേ നമ്മളെ മസിൽ മൂവ്മെൻറ്റ് സ്ലോ ആണ്. അപ്പോൾ ഇങ്ങനെ മിസ്റ്റേക്ക് വരും. ബേസിക്കായിട്ട് ഹെന്ന ഡിസൈനിൽ യൂസ് ചെയ്യുന്ന ലൈനാണ് തിൻ ലൈൻ. ഇനി നമുക്ക് രണ്ടാമതായിട്ട് സബ് ഡിവൈഡ് ചെയ്ത ലൈനിൻ്റെ പേരാണ് തിക്ക് ലൈൻ. തിക്ക് ലൈന് ഞാനിതിൽ കാണിക്കുന്ന പോലെ ചെയ്യാം. ഫസ്റ്റ് 2 തിൻ ലൈന് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തിക്കായിട്ട് കുറച്ചൊരു പ്രഷർ കൊടുത്തിട്ട് നമുക്കൊരു തിക്ക് ലൈനായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു തിക്ക് ലൈന് നല്ലൊരു പെർഫെക്ഷനിൽ കിട്ടും. 2 തിൻ ലൈന് വരക്കുക. അതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തിക്കായിട്ട് കുറച്ചധികം പ്രഷർ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുത്താൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തിക്ക് ലൈന് നമുക്ക് കിട്ടും. ഇതൊരു 3D എഫക്റ്റിന് വേണ്ടിയിട്ട് മെഹന്തി ഡിസൈനിൽ നമ്മൾ യൂസ് ആക്കുന്നതാണ്. ഈ തിൻ ലൈൻ തിക്ക് ലൈനുമായിട്ട് കോംബോ ആക്കിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കൊരു 3D എഫക്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻസിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ട് ഒരുപാട് പാറ്റേണിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ബേസിക് മാത്രമാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു പാറ്റേണിൽ വരുന്ന ലൈനാണ്. ഈ ഒരു പാറ്റേൺ ലൈൻസ് നമ്മൾ കൂടുതലും മൊറോക്കൻ ഡിസൈനിൽ കാണാൻ പറ്റും. പിന്നെ നമ്മളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഏതൊരു ഡിസൈനിലും നമുക്ക് ഏത് ലൈനും കൊണ്ടുവരാം. ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് മൊറോക്കൻ ഡിസൈനാണ്. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് മൊറോക്കൻ ഡിസൈൻ. ഇതിൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും കൂടുതലും ഈ ഒരു സിഗ്സാഗ് ലൈന് പാറ്റേൺ ആണ് വരുന്നത്. ഈ ഒരു ലൈനിന് പറയുന്ന പേരാണ് സിഗ്സാഗ് ലൈൻ. ഇനി അടുത്ത പാറ്റേൺ ആണ് ഈ ഒരു ടൈപ്പ് പാറ്റേൺ. ഈ ടൈപ്പ് പാറ്റേൺ നമുക്ക് കൂടുതലും
എന്താ പറയുക, അറബിക് ഡിസൈനിലും ഇന്ത്യൻ ഡിസൈനിലും പിന്നെ ഈ ലീഫി ടൈപ്പ് ഫ്ലവേഴ്സ് ഡിസൈന് അങ്ങനെയിലൊക്കെ വരും. ഈ വേവി ലൈൻസ് അതും നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഓരോ ടൈപ്പ് ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് വേവി ലൈൻ പാറ്റേണിൽ വരുന്ന ഡിസൈൻസാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ പറയുന്ന പേരാണ് വേവി ലൈൻസ്. ഇത് ലൈൻസിനെ സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വേവി ലൈൻസ്. ഇനി നെക്സ്റ്റ് വരുന്നത് ലൂപ്പി ലൈൻസ് ആണ്. ലൂപ്പി ലൈൻസ് കൂടുതലും നമ്മൾ ഒരു ഡിസൈനെ ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടി ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ലൈനാണ് ലൂപ്പി ലൈൻസ്. അത് നമ്മൾ ഈ ഗ്രേപ്സിൻ്റെ ഒക്കെ ഡിസൈൻ വരക്കില്ലേ, അങ്ങനെ അതിലൊക്കെ നമ്മൾ കൂടുതലും കാണാൻ പറ്റും ഈ ലൂപ്പി ലൈൻസ്. അധികം കോമൺ ആയിട്ടുള്ളതല്ലെങ്കിലും ചില ഡിസൈനിലൊക്കെ നമുക്ക് ഈ ഒരു ലൂപ്പി ലൈൻസ് കാണാൻ പറ്റും. ഞാൻ ഇതിലൊരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. അതിൽ നോക്കിയാൽ നമുക്ക് ഈ ഒരു ലൂപ്പി ലൈൻസ് അവിടെ ഇവിടെ ആയിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഡിസൈൻ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത പോലെ കാണാം. ഇനി നെക്സ്റ്റാണ് കേർവ്ഡ് ലൈൻസ്. കേർവ്ഡ് ലൈൻസും നമ്മളെ ഡിസൈനിൽ ചില ഡിസൈനിൽ മെയിൻ പാർട്ടായിട്ട് വരക്കുന്നതൊക്കെ കാണാം. കേർവ്ഡ് ലൈൻസ് അത് ഒരു കേർവ്ഡ് ലൈന് പോലെ വരച്ചിട്ട് ആ ഒരു ഭാഗം ഫില്ല് ചെയ്തിട്ടൊക്കെ വരക്കുന്ന കാണാം. ഞാനിതിൽ കുറച്ച് എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈന് കുറച്ചൊന്ന് കേർവ് ചെയ്തിട്ട് വരക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു കേർവ്ഡ് ലൈൻസിനെ പല പാറ്റേണിലും പല ഡിസൈനിലും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഈ കേർവ്ഡ് ലൈൻസും വൺ ഓഫ് ദ ബേസിക് എലമെൻറ്റ്സ് ആണ്. ഹെന്ന ഡിസൈനിൽ വൺ ഓഫ് ദ ബേസിക് എലമെൻറ്റിൽ പെടുന്ന ഒരു പാറ്റേൺ ആണിത്. ആൻഡ് ഈ ഒരു പാറ്റേണിന് നമ്മൾ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാമെന്ന് അത് നമ്മളുടെ ഐഡിയ വെച്ചിട്ടിരിക്കും. ഈ കണ്ടോ, ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഡിസൈനൊക്കെ കേർവ്ഡ് ലൈൻസിൽ പെടുന്ന ഡിസൈനാണ്. ഇനിയുള്ള പാറ്റേൺ നമ്മൾ ലൈൻസിനെ തന്നെ പിന്നെയും നമ്മൾ തിൻ ലൈൻ ഉണ്ടല്ലോ അതിനെ തന്നെ ഒന്നുകൂടെ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 3 പൊസിഷനിലാക്കിയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്യുന്നത്. തിൻ ലൈന് തന്നെ 3 പൊസിഷനിൽ വരുന്ന രീതിക്ക്. അത് നമ്മൾ ഗ്രിഡൊക്കെ വരക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോരോ പൊസിഷനിൽ മാറ്റി ചെയ്യുമല്ലോ, അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് തിൻ ലൈന് 3 പാർട്ടാക്കിയിട്ട് സബ് ഡിവൈഡ് ചെയ്ത്. ഈ ഒരു പൊസിഷനിന് പറയുന്ന പേരാണ് വെർട്ടിക്കൽ ലൈൻ. വെർട്ടിക്കൽ ലൈന് തിൻ ലൈന് വെർട്ടിക്കൽ ലൈനിൽ വരുന്നതാണ് ഈ ഒരു പാറ്റേൺ. കണ്ടോ, ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെയാണ് വരക്കേണ്ടത് നമ്മൾ, അതായത് സ്ലീപ്പിംഗ് പൊസിഷനിൽ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റുള്ള പാറ്റേൺ ആണ് ഹൊറിസോണ്ടൽ ലൈന്. നേരെ വരക്കുക, ആ ഒരു തിൻ ലൈനിനെ നേരെ വരക്കുക. ഈ ഒരു പാറ്റേൺ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ ലൈൻ. ആ തിൻ ലൈൻ തന്നെ ഹൊറിസോണ്ടലായിട്ട് വരക്കുക. ഇതും ഹെന്ന ഡിസൈനുകളിൽ ഒരു മെയിനായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഈ തിൻ ലൈന് കൊണ്ട് പല ഡിസൈനും നമ്മൾ വരച്ചെടുക്കുന്നത് കാണാറുണ്ട്. ഈ ഒരു തിൻ ലൈനിന് ഓരോ പൊസിഷൻ മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെ പേര് മാറും, അത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളതാണ് ഇങ്ങനെ ഒരു ചെരിവ് സ്ലാൻഡിങ് പൊസിഷനിൽ വരുന്ന, അല്ലെങ്കിൽ ഡയഗണലായിട്ട് നമ്മൾ തിൻ ലൈന് വരച്ചു കൊടുക്കുക. ഇത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വരക്കുമ്പോൾ അതൊരു ഗ്രിഡായിട്ട് കിട്ടണമായി, ഒരു ഹെന്ന പാറ്റേൺ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് 3ഉം തിൻ ലൈന് സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് വേർട്ടിക്കൽ, ഒന്ന് ഹൊറിസോണ്ടൽ, ഒന്ന് ഡയഗണൽ. സ്ക്രീനിൽ കാണുന്നത് പോലെ ഒന്ന് വരച്ച് നോക്കുക. ഇത് ഡയഗണൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓപ്പോസിറ്റ് ആക്കിയിട്ട് വരച്ചാലും നല്ലൊരു ഗ്രിഡ് പാറ്റേൺ നമുക്ക് കിട്ടും. ഡുവൽ ലൈൻ ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ അതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനായിട്ട് മാറ്റുന്ന രീതിക്കാണ് അടുത്ത് കാണിക്കുന്നത്. 2 ലൈന് വെച്ചിട്ട്, ഡുവൽ ലൈൻ ടെക്നിക്ക് എന്ന് വെച്ചാൽ 2 ലൈന് വെച്ചിട്ട് നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെന്ന ഡിസൈൻ പാറ്റേൺ കിട്ടും. ഇതിനിപ്പം ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് തിൻ ലൈനും തിക്ക് ലൈനും വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. തിൻ ലൈന് ഒരു ലൈന്, തിക്ക് ലൈന് വേറൊരു ലൈന്, രണ്ടും കൂടി ചേർന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ എങ്ങനെ വരച്ചെടുക്കാമെന്നാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. ഇപ്പം നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം, ഞാനിപ്പോൾ ഒരുപാട് തിക്ക് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ തിൻ ലൈൻ തിക്ക് ലൈൻ, തിൻ ലൈൻ തിക്ക് ലൈൻ അങ്ങനെ പറഞ്ഞിട്ട് ഒരു പാറ്റേൺ ആക്കി ചെയ്യുമ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെന്ന ഡിസൈൻ പാറ്റേൺ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ 2 തിൻ ലൈൻ്റെ ഇടയിലൂടെ കുറച്ച് പ്രഷർ കൊടുത്തിട്ട് നമ്മൾ തിക്ക് ലൈന് വരച്ചാൽ നല്ല വൃത്തിക്ക് ഹെന്ന ഡിസൈന് വരച്ചെടുക്കാൻ പറ്റും.
ഞാനിപ്പോൾ ഈ ഡുവൽ ലൈൻ ടെക്നിക്കിൽ അങ്ങനെയാണ് വരച്ച് കാണിക്കുന്നത്. ഫസ്റ്റ് തിൻ ലൈൻ വരച്ചു, പിന്നെ 2 തിൻ ലൈനിൻ്റെ ഇടയിലൂടെ നമ്മളൊന്ന് പ്രഷർ കൊടുത്തിട്ട് തിക്ക് ലൈൻ ആക്കി എടുത്തു. ആ ഒരു പാറ്റേൺ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? ഇത് ഹെന്ന ഡിസൈനിൽ കൂടുതലും ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഇനി അടുത്തത് തിൻ ലൈനും സിഗ്സാഗ് ലൈനും കൂടിയിട്ട് ഒരു പാറ്റേൺ ആക്കിയിട്ട് വരക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു ഡുവൽ ലൈൻ ടെക്നിക്കായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നേ ഉള്ളൂ. ഇത് പല ഡിസൈനായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഞാനിപ്പോൾ ബേസ് പറയുന്നതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നതേ ഉള്ളൂ. അടുത്തത് തിൻ ലൈനും വേവി ലൈനും. അതും സിഗ്സാഗ് വരച്ചതുപോലെ തന്നെ നമുക്ക് 2 തിൻ ലൈന് കൊടുക്കാം, എന്നിട്ട് അതിലൊരു വേവി ലൈന് വരച്ചു കൊടുക്കാം. ഇതൊക്കെ നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ മസിൽ മൂവ്മെൻറ്റ് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനൊക്കെ വരക്കുമ്പോൾ ആ ഒരു പ്രാക്ടീസ് നമ്മളുടെ മസിൽ മെമ്മറിയിൽ സേവ് ആവും. അങ്ങനെ നമുക്ക് നല്ലൊരു പാറ്റേണൊക്കെ ചെറുതായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോൾ ഇത് കൂടുതൽ ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഇതിൽ സ്ക്രീനിൽ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസിൽ മെമ്മറിയിൽ അത് സേവ് ആയിക്കോളും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മെല്ലെ മെല്ലെ ഹെന്ന പഠിച്ച് വരാം. മെല്ലെ മെല്ലെ ഹെന്ന പ്രാക്ടീസ് ചെയ്തിട്ട് ഹെന്ന ഡിസൈനിങ് പഠിക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ചിത്രം വരക്കണമെന്നൊന്നുമില്ല. ഹെന്ന ഡെയിലി ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ കാണിക്കുന്ന ക്ലാസ്സുകളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവും. ഇനി അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ലൈനും കൂടിയിട്ട് നമുക്കൊന്ന് ഡുവൽ ലൈൻ ടെക്നിക്കിൽ വരച്ചെടുക്കാം. ഇത് നിങ്ങളെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ഇനിയും ഡുവൽ ലൈൻ ടെക്നിക്കിൽ ഓരോന്നും കൂടിയിട്ട് ചെയ്ത് പാറ്റേൺ പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്ര ഉൾപ്പെടുത്തുന്നുണ്ട്. ബാക്കി നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മളെ മസിൽ മെമ്മറി അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും. നമുക്ക് പിന്നെ നല്ലൊരു ഡിസൈൻ, നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് മാറാൻ പറ്റും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ വരക്കുന്നത് വെർട്ടിക്കൽ ലൈന് ഫസ്റ്റ് വരച്ചു. നമ്മളിത് മെയിനായിട്ട് ഗ്രിഡൊക്കെ വരക്കുമ്പോൾ ഇങ്ങനെ തിൻ ലൈന് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ട് ഡുവൽ ലൈൻ ടെക്നിക്കിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഡിസൈന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതും ഒരു പാറ്റേൺ ആണ്, അതിൻ്റെ എക്സാമ്പിളായിട്ട് കാണിച്ചതേ ഉള്ളൂ. ഡുവൽ ലൈൻ ടെക്നിക്ക് ഏത് ലൈന് വെച്ചിട്ടും എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോയിൽ പറഞ്ഞത് അത്രയും. ഇനി നമ്മളുടെ പാർട്ട് 2 പാർട്ട് 3 ഒക്കെ വരും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ടൈം ഇത്രയും കൂടി എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത പാർട്ട് 2 വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.